കിരീടത്തിൻ്റെ ക്ലൈമാക്സിനെ കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒന്നുണ്ട്. കിരീടത്തിൻ്റെ ക്ലൈമാക്സിനകത്ത് കത്തി താഴെയിടാ അച്ഛനാടാ പറയുന്നത് എന്ന് പറഞ്ഞ് തിലകൻ അലറുന്ന ഒരു അലർച്ചയുണ്ട്. ഞാൻ ആലോചിക്കും, അത് കവിയൂർ പൊന്നമ്മയാണ് ആ സമൂഹ മധ്യത്തിലേക്ക് വന്നതെങ്കിൽ ഇങ്ങനെ അലറേണ്ടി വരുമായിരുന്നില്ല. കത്തി താഴെയിട എന്ന് ഏറ്റവും ദുർബലമായി പറയുമ്പോഴേക്കും കത്തി താഴെ ഇടുമായിരുന്നു സേതുമാധവൻ. ലാൽ കഥാപാത്രങ്ങൾ അത്രമേൽ സ്ത്രീക്ക് മുന്നിൽ ദുർബലനായി പോകുന്നത്, അത് ഭാര്യയ്ക്ക് മുമ്പിലാവട്ടെ, അത് അമ്മയ്ക്ക് മുമ്പിലാവട്ടെ, എപ്പോഴും ഇപ്പോൾ ദശരഥത്തിനകത്ത് മാഗിയുടെ ചുമലിൽ കൈതൊട്ട് നിൽക്കുന്ന രാജീവ് മേനോൻ എന്ന് പറയുന്ന ചിത്രം നാം ഇപ്പോഴും ആവേശത്തോടുകൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിത്രമാണ്. കരഞ്ഞും ചിരിച്ചും കൊണ്ട് സംസാരിക്കുന്ന ലാലേട്ടൻ്റെ ഒരു അഭിനയ മുഹൂർത്തം എന്ന് പറയുന്നത്. മലയാള സിനിമയിൽ സ്ത്രീയെ അമ്മയായും കാമുകിയായും ഭാര്യയായും ഒക്കെ തൻ്റെ മുകളിൽ പ്രതിഷ്ഠിച്ച താരം കൂടിയാണ് ഇപ്പുറത്ത് താരരാജാവ്, താരാധിപൻ. ഒരുപക്ഷെ നരസിംഹത്തിനകത്തൊക്കെ കൊള്ളിവെക്കുമ്പോൾ എനിക്കൊരു പെണ്ണിനെ വേണമായിരുന്നു എന്നൊക്കെയുള്ള വിമർശനം നേരിടുമ്പോഴും മോഹൻലാൽ സിനിമകൾ അങ്ങനെ ഒരു ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് എന്നൊരു തോന്നൽ എനിക്ക്